ബഹിരാകാശ രംഗത്ത് ഇന്ത്യ നാൾക്ക് നാൾ തിളങ്ങുകയാണ്. പലതും ലോകരാജ്യങ്ങളെ പോലും അസൂയപ്പെടുത്തുന്ന നേട്ടത്തിലേക്ക് രാജ്യം എത്തിക്കഴിഞ്ഞു. 2035 പൂർണ്ണ സജ്ജമായ ബഹിരാകാശ കേന്ദ്രമെന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് ഇസ്രോ. എടുത്തു പറയാൻ നേട്ടങ്ങൾ നിരവധിയാണ്. ഇതിനിടയിൽ കരയിലും കടലിലും ആകാശത്തും പ്രതിരോധം ശക്തമാക്കുന്ന ഇന്ത്യ ഇപ്പോൾ ഒരു പടി കൂടി കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 50 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനാണ് രാജ്യം പദ്ധതിയിടുന്നത്. സൈനിക നീക്കങ്ങളും ആയിരക്കണക്കിന് കിലോമീറ്റർ വരുന്ന പ്രദേശങ്ങളുടെ ചിത്രങ്ങളും പകർത്താനും ശേഷിയുള്ള ഉപഗ്രഹങ്ങളുടെ ഒരു നിര വ്യത്യസ്ത ഭ്രമണപഥങ്ങളിലായി ഒരുക്കിയാണ് ISRO ലക്ഷ്യമിടുന്നത്. 29,147 കോടി രൂപ ചെലവിൽ 5 വർഷത്തിനുള്ളിലാണ് ഈ ഉപഗ്രഹങ്ങളെല്ലാം വിക്ഷേപിക്കുന്നത്. നമുക്ക് ഇന്നുള്ള സംവിധാനങ്ങളുടെ ഒരു 10 ഇരട്ടിയെങ്കിലും വികാസമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ISRO മേധാവി S. സോമനാഥാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മുംബൈ IIT-യിൽ വെച്ച് നടന്ന ടെക് ഫെസ്റ്റിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശക്തമായ രാജ്യമായി ഇന്ത്യ മാറുന്നതിന് രാജ്യത്തിന്റെ നിലവിലെ ഉപഗ്രഹ ശൃംഖല മതിയാകില്ല. നിലവിലുള്ളതിന്റെ 10 ഇരട്ടി വലിപ്പം അതിനാവശ്യമാണ്. മാറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള ഉപഗ്രഹങ്ങളുടെ കഴിവിനെ മെച്ചപ്പെടുത്തുക, ഡേറ്റകൾ വിശകലനം ചെയ്യുന്നതിനും ഡാറ്റകൾ ഡൗൺലോഡ് ചെയ്യുന്നതും കൂടാതെ ആവശ്യമുള്ളത് സംരക്ഷിച്ചു നിർത്താനും AI സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരു രാജ്യത്തിന്റെ സുരക്ഷാ സംരക്ഷണത്തിന്റെ ഭാഗമായി രാജ്യ അതിർത്തികളും അയൽ രാജ്യങ്ങളും നിരീക്ഷിക്കുന്നതിൽ ഉപഗ്രഹങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഇതിനായി നിരവധി ഉപഗ്രഹങ്ങളാണ് ഇസ്രോ നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് വഴി രാജ്യത്തിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രഹസ്യാന്വേഷണം, ചാരനിരീക്ഷണം, ശത്രുക്കൾക്ക് ചോർത്താനാവാത്ത വാർത്താവിനിമയം, അതിർത്തികളിലെ സൈനിക വിന്യാസം, നിർമ്മാണങ്ങളും കടലിലെ നീക്കങ്ങളും നിരീക്ഷിക്കൽ, വിവരങ്ങൾ കൈമാറൽ, അങ്ങനെ ഈ ഉപഗ്രഹങ്ങളുടെ ലക്ഷ്യങ്ങൾ നിരവധിയാണ്. ശത്രു രാജ്യങ്ങളിൽ നിന്നുണ്ടായേക്കാവുന്ന നീക്കങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനും ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തിലുള്ള ചിത്രങ്ങൾ എടുക്കുന്നതിനുമാണ് വിക്ഷേപണം. ഇന്ത്യക്ക് ഇപ്പോഴുള്ള 54 ഉപഗ്രഹങ്ങളിൽ 17 സൈനിക ആവശ്യത്തിനുള്ളതാണ്. ഇവയിൽ നിന്നുള്ള ചിത്രങ്ങളും മറ്റു വിവരങ്ങളും ഭൂമിയിലെ കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയും അവിടെ വിശകലനം ചെയ്ത് ആവശ്യമുള്ളത് സേനയ്ക്ക് നൽകുകയുമാണ് ചെയ്യുന്നത്. പുതിയ സംവിധാനത്തിൽ ഡേറ്റ അപഗ്രഥനം ഉപഗ്രഹങ്ങളിൽ തന്നെയാണ്. നിലവിലുള്ളതിൻ്റെ 10 മടങ്ങ് ശേഷി ഇതിനുണ്ടാവും. ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ അകലെയുള്ള ജിയോ മുതൽ 400 കിലോമീറ്റർ അകലെയുള്ള ലിയോ വരെയാണ് ഉപഗ്രഹങ്ങൾ സജ്ജീകരിക്കുക. 36,000 കിലോമീറ്ററിലെ ഉപഗ്രഹത്തിന് ദൃശ്യപരിധിയും കൂടുതലായിരിക്കും. കാശ്മീരിലെയും മറ്റ് അതിർത്തികളിലെ നീക്കങ്ങൾ ആദ്യം കാണുക ഈ ഉപഗ്രഹമാവും. അത് ഭൂമിയോട് അടുത്തുള്ള ഉപഗ്രഹങ്ങൾ കൈമാറും. അവ കൂടുതൽ വ്യക്തമായി വിവരങ്ങൾ ശേഖരിച്ച് സ്വയം അപഗ്രഥിച്ച് ഭൂമിയിലെ സൈനിക കേന്ദ്രത്തിന് കൈമാറും. സൈനിക കേന്ദ്രങ്ങളുടെ വാർത്താവിനിമയ ഏകോപനവും ഉപഗ്രഹങ്ങൾ തന്നെ നിർവഹിക്കും. ഇതുമൂലം 100 കണക്കിന് ഉപഗ്രഹ ഡേറ്റ വിശകലനം ചെയ്ത് പ്രതികരിക്കാനുള്ള സമയനഷ്ടം ഒഴിവാക്കാനും പെട്ടെന്ന് പ്രതിരോധ നീക്കങ്ങൾ നടത്താനും സാധിക്കും. അങ്ങനെ ശത്രുക്കൾക്കുമേൽ ചാരക്കണ്ണുകൾ വിരിച്ച് കാത്തിരിക്കാൻ രാജ്യത്തിന് സാധിക്കും. അതേസമയം 2040 ഇന്ത്യക്കാരെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ISRO ഊർജിതപ്പെടുത്തിയതായും S. സോമനാഥ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. 2-3 ബഹിരാകാശ സഞ്ചാരികളെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ 3 ദിവസം പാർപ്പിച്ച് സുരക്ഷിതമായി തിരികെ സമുദ്രത്തിൽ ഇറക്കുന്നതാണ് ഗഗൻയാൻ പരിപാടിയുടെ അടുത്ത ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വ്യോമസേനയിൽ നിന്ന് 4 പൈലറ്റുമാരെ ഈ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. നിലവിൽ ബംഗളൂരുവിലെ ആസ്ട്രോനോട്ട് ട്രെയിനിംഗ് ഫെസിലിറ്റിയിൽ പ്രത്യേക പരിശീലനത്തിലാണ് ഇവരെന്നും ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയും സ്പേസ് മിഷൻ ചെയർമാൻ കൂടിയായി അദ്ദേഹം വെളിപ്പെടുത്തി. നിർണായകവും സങ്കീർണമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഗഗൻയാന്റെ ഉദ്ഘാടന ദൗത്യം നടക്കുന്നത്. മനുഷ്യനെ വഹിക്കാൻ കഴിയുന്ന പേടകം അഥവാ ഹ്യൂമൻ റിലേറ്റഡ് ലോഞ്ച് വെഹിക്കിളാണ് ഇതിൽ പ്രധാനം. ക്രൂ മൊഡ്യൂൾ, സർവീസ് മൊഡ്യൂൾ, ജീവൻ രക്ഷാ ഉപകരണങ്ങൾ എന്നിവ അടങ്ങിയതാണിത്. യഥാർത്ഥ വിക്ഷേപണത്തിന് മുൻപ് മനുഷ്യനെ കൂടാതെയുള്ള ദൗത്യങ്ങൾ വിക്ഷേപിക്കും. ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ്, പാർട്ട് അബോർട്ട് ടെസ്റ്റ്, ടെസ്റ്റ് വെഹിക്കിൾ ഫ്ലൈറ്റ്സ് എന്നിവയാണ് മുന്നോടിയായി നടത്തുന്നത്.